ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണത്തിൽ നെതന്യാഹുവിന് സ്ഥിരമായി മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് ഇപ്പോൾ മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരിക്കുകയാണ്. ഇത് വെറുമൊരു അണുബാധയല്ല, അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ന് പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ നടക്കുകയാണ്. ഇതിനു മുമ്പ് പലതവണ അദ്ദേഹത്തിന് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായപ്പോൾ അത് അണുബാധയായി കണ്ടുകൊണ്ട് പല ആൻറ്റിബയോട്ടിക്കുകളും കഴിച്ചെങ്കിലും അതിന് കാര്യമായ കുറവുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് വിശദമായ പരിശോധന നടത്തുകയും പ്രോസ്റ്റേറ്റ് ട്യൂമർ വളരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തത്. നെതന്യാഹുവിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് വളരെ നാളുകളായി തന്നെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ആ ആരോഗ്യനിലയുടെ റിപ്പോർട്ടുകൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹം ഒരു ഹെർണിയ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം പേസ് മേക്കർ ഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം പേസ് മേക്കറിലാണ് ചലിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് ലോകത്തിന് ഇതേവരെ അറിവുള്ള കാര്യമായിരുന്നില്ല. ഈ പേസ് മേക്കർ ഘടിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൃദയമില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഗസയിൽ അതിക്രൂരമായി കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയമുള്ളവർക്കല്ലേ മനുഷ്യത്വം ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹൃദയം മെഷീനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനുഷ്യത്വപരമായി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. വെറുതെ നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഏതാണ്ട് 60,000-ലധികം ആൾക്കാരാണ് അദ്ദേഹം ഗസയിൽ കൊന്നൊടുക്കിയത്. അതോടൊപ്പം തന്നെ ലെബനോനിലും ഈ യമനിലുമൊക്കെ മറ്റു കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കണക്കുകൾ കൃത്യമായി തന്നെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ ലിസ്റ്റിൽ ഏതാണ്ട് ചിലപ്പോൾ 1,00,000-ലധികം ആൾക്കാർ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം. ഈ നെതന്യാഹുവിന് 75 വയസ്സ് പ്രായമാണുള്ളത്. എങ്കിലും ഇനിയും ഒരു 50 കൊല്ലം കൂടി ജീവിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതും ഈ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യുദ്ധം നിർത്താതിരിക്കുന്നതും. എന്നാൽ ഇപ്പോൾ അധികം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം പ്രോസ്റ്റേറ്റ് ക്യാൻസർ അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുകയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാര്യമായ രീതിയിൽ നിന്ന് റെസ്റ്റ് വേണ്ടി വരും. റെസ്റ്റ് എടുക്കുകയോ ഇല്ലെന്നുള്ള വിവരം അറിയില്ല. കാരണം ആൾക്കാരെ കൊല്ലുന്ന ഒരു ആവേശത്തിലാണ് ഈ നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളി റെസ്റ്റ് എടുക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കൊലപാതകം നിർത്താൻ സാധ്യത വളരെ കുറവാണ്. പുള്ളിക്കൊരു പ്രത്യേക സുഖം അനുഭവപ്പെടുന്നുണ്ട് ഈ കൊലപാതകം ഇങ്ങനെ തുടർച്ചയായി നടത്തുന്നതിലൂടെ. ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണം മൂലം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒന്ന് ഇളകിയിട്ടുണ്ട്. കാരണം മെഷീനാണല്ലോ. ഇപ്പം ഇനി ഇയാളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഹൂത്തികൾ ആക്രമിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ മണ്ടയ്ക്ക് ഇനി ഹൂത്തികൾ കൊണ്ട് ബോംബിടുമോ എന്നുള്ള കാര്യം ഇന്നോ നാളെ അറിയാൻ കഴിയും. ഇയാൾ തീർന്നാലേ യുദ്ധം അവസാനിക്കുമോ എന്ന് ഹൂത്തികൾക്കും അറിയാം, ഹിസ്ബുള്ളയ്ക്കും അറിയാം, ഹമാസിനും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇയാളെ തീർക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം തന്നെ. അതോടൊപ്പം ഹൂത്തികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി അവർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ $32 മില്യൺ വില വരുന്ന MQ-9 റീപ്പർ ഡ്രോൺ അവർ ഇന്നലെ വെടിവെച്ചിട്ടു. ഈ ഡ്രോണിനെ പോലും വെടിവെച്ചിടാൻ ഹൂത്തികൾക്ക് കഴിയുമെങ്കിൽ ഇനി അവരെ ആർക്കും തൊടാൻ കഴിയില്ല. അവർ അത്രയധികം ഉന്നതിയിലെത്തിയിട്ടുണ്ട്. കൂടാതെ ഹൂത്തികൾ മറ്റൊരു കാര്യം കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ തൂഫാൻ 1 എന്ന സ്പീഡ് ബോട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് അത്യധികം സ്പീഡിൽ പോയി മറ്റ് ബോട്ടുകളെ ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലൂടെ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ സ്പീഡ് ബോട്ടുകളുടെ പ്രദർശനത്തിനൊപ്പം തന്നെ അവരുടെ ആയുധങ്ങളുടെ കൃത്യതയും വേഗതയും വ്യക്തമാക്കുന്ന ചില വീഡിയോകളും അവർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ഇത്രയധികം ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അത്ഭുതം കൂറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് റഷ്യയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തന്നെ. റഷ്യ കാര്യമായി തന്നെ ഇതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്നുണ്ട്. ഈ ഹൂത്തികളുടെ പിന്നിൽ അവരൊന്നും ചെയ്യേണ്ട, ഇറാൻ ഒന്നും ചെയ്യേണ്ട, ഹൂത്തികൾ നന്നായിട്ട് തന്നെ ചെയ്തോളും. ഇപ്പോൾ നെതന്യാഹുവും കിടപ്പിലാകുകയാണ്. അതോടുകൂടി ഇസ്രായേലിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമാവുകയാണ്. ജനുവരി 20 ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഇസ്രായേൽ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അവർ യുദ്ധം അവസാനിപ്പിക്കുകയോ ഒരു വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇസ്രായേൽ കാണുകയല്ല. കാരണം ഇനി നെതന്യാഹുവിന് കട്ടിലേക്ക് കിടന്നിട്ട് വേണമല്ലോ ഓർഡർ എല്ലാം കൊടുക്കാൻ. അപ്പോൾ സൈനിക തലവന്മാരെല്ലാം വിളിച്ച് വരുത്തി ഓർഡർ എല്ലാം കൊടുക്കുമ്പോൾ ഇപ്പുറത്തൂടെ ഹൂത്തികൾ അടുക്കി പരിപ്പെടുക്കും. 2024 വർഷം അവസാനിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം നഷ്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രത്തലവനും ഇതാ ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. നെതന്യാഹുവിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സിറിയയും ലെബനോനും ഗസയും എല്ലാം പിടിച്ചുകൊണ്ടുള്ള വിശാലമായ ഒരു ഇസ്രായേൽ എന്ന രാഷ്ട്രസങ്കല്പം. എന്നാൽ അത് കാണാനുള്ള യോഗം നെതന്യാഹുവിന് ഉണ്ടാകുമോ
എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഏതായാലും തൻ്റെ കാര്യം തീരുമാനമാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഗസക്കാരെ ആക്രമിക്കാം, അല്ലെങ്കിൽ പലസ്തീനികളെ മുഴുവൻ കൊന്നെടുക്കാം എന്ന അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അത് ഗസയ്ക്ക് ഏറ്റവും അധികം നാശമായിരിക്കും വരുത്തുന്നുണ്ടാവുക. അത് ഹൂത്തികളെ സംബന്ധിച്ചും നാശം വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ സിറിയയിൽ കൊണ്ട് ഇസ്രയേൽ ഒരു ന്യൂക്ലിയർ ബോംബ് ചെറിയ രീതിയിലുള്ള ഇട്ടിട്ടുണ്ട്. സിറിയയിൽ ജോലാനിയും സംഘവും അലവികളെയും ഷിയാക്കളെയും എല്ലാം കൂട്ടക്കൊല ചെയ്യുമ്പോൾ ഇപ്പുറത്തൂടെ നെതന്യാഹു വന്ന് സിറിയയുടെ പല ഭാഗങ്ങളിൽ ന്യൂക്ലിയർ ബോംബ് ഉൾപ്പെടെ ഉപയോഗിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ജോലാനി സംഘത്തിൻ്റെ തലയിലേക്ക് എന്ന് ഇടും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. മധ്യേഷ്യ വളരെയധികം പ്രശ്നങ്ങളിൽ തന്നെയാണ് ഇസ്രായേലിനെ കാരണം. യുദ്ധം അവസാനിക്കാതെ ഒരു കാര്യത്തിനും തീരുമാനം ഉണ്ടാവില്ല. യുദ്ധം ഉടനെ തന്നെ അവസാനിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം.